അപ്പോൾ നമ്മുടെ SVA ഫോർമുലയിൽ വരുന്നതാണ് വി എന്ന് പറയുന്നത് അല്ലെ, വീഡിയോ മാർക്കറ്റിംഗ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എസ് വി എനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മാർക്കറ്റിങ്ങിന് എന്താണെന്നുള്ളതും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതും മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വീഡിയോസിനാണ്, റീൽസിനാണ്, യൂട്യൂബ് വീഡിയോസിനാണ്. അങ്ങനെയുള്ള വീഡിയോസിനാണ്, ടൈപ്സ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങൾ വീഡിയോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഫോർമുലയിൽ വീഡിയോ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് വീഡിയോസ് ചെയ്യാൻ ഞാൻ പറയുന്നത് ഓണേഴ്സ് മുന്നിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം ഓണർ ഫേസ് മാർക്കറ്റിംഗാണ് ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമുക്ക് കമ്മ്യൂണിറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് വേണം. ഓക്കെ, അത് ഓണേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് കൂട്ടാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ഏതൊരു ബിസിനസ്സിനെയും സക്സസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് വലിയ വലിയ കമ്പനികൾ എപ്പോഴും മാർക്കറ്റിങ്ങിന് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം കയ്യിലിരിക്കുന്ന പണത്തിന് വാല്യൂ ഉണ്ടാവില്ല, പക്ഷെ അത് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കസ്റ്റമറെ എൻക്വയറീസ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് ആ ക്യാഷിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സെയിലുകളാക്കി മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ മാർക്കറ്റിംഗ് സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ വേണം, വീഡിയോ മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. നിങ്ങൾക്ക് ഇതിൽ എന്താണ് വീഡിയോ മാർക്കറ്റിംഗ്, എങ്ങനെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് വി ആണ്. വി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ, വീഡിയോ മാർക്കറ്റിംഗ്. ഓക്കെ, പല ആളുകൾക്കും വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഭയങ്കര മടിയാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മറ്റുള്ളവർ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്താലോ, യൂട്യൂബ് ഓപ്പൺ ചെയ്താലോ, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലോ ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും പോസ്റ്റ് ആണോ, അതോ ഇമേജസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? അതോ സ്ക്രോൾ ചെയ്യാൻ കൂടുതലും റീൽസ് ആണോ, വീഡിയോസ് ആണോ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുമ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് വീഡിയോ ആണോ, ഇമേജ് ആണോ? ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് വീഡിയോസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വീഡിയോ കാണാനാണ്. അപ്പൊ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ വീഡിയോയ്ക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എത്രമാത്രം സമയമായിരിക്കും ഈ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം വീഡിയോസ് കാണുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോസ് പ്രോപ്പർ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെ പോസ്റ്റാണ്. അത് കുറെ കാര്യങ്ങൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ പല ആളുകളും ഇതിനെ ശരിക്കും യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്. കൂടുതൽ ഇപ്പോഴും ഡിസൈനറുടെ കഴിവ് നോക്കിയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക, അതല്ല ഈ കാര്യമില്ല. നിങ്ങൾ പ്രിന്റോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പൊ വീഡിയോ മാർക്കറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ നിഘണ്ടുവിൽ ആഡ് ചെയ്യാത്തതാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫെമിലിയർ ആണ്, കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത്ര നാളും കേട്ടിട്ടും ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ടേൺ ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മാർക്കറ്റിംഗ് ഞാൻ എന്തിനാണ് വീഡിയോ മാർക്കറ്റിംഗ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അല്ലെ. നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നോ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓഡിയൻസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കാൾ ഉപരി ഓഡിയൻസ് ആ വീഡിയോസിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ പറയാം, കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെ. ഈ കാലിക്കറ്റിൽ നിന്ന് ഒരാള് മൂന്നാറിലേക്കോ ഇടുക്കിയിലേക്കോ അല്ലെങ്കിൽ ആലപ്പുഴയിലേക്കോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇപ്പോ ഞാനൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. കാലിക്കറ്റിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഗേൾ ജസ്റ്റ് മൊബൈൽ എടുത്തു. അവിടെ അവർ ഫ്രണ്ട്സ് ആയി തീർന്നത് വീഡിയോസ് ഒക്കെ കാണുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ആലപ്പുഴയ്ക്ക് ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കായലിലൊക്കെ അടിച്ച് പൊളിച്ച് വണ്ട് ട്രിപ്പൊക്കെ ആയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണുമെന്ന് വിചാരിക്കുക. അവിടുത്തെ ഒരു ഇൻഫ്ലുവൻസറോ കണ്ടന്റ് ക്രിയേറ്ററോ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ബിസിനസ് ഓണർ ഈ ഒരു കാലിക്കറ്റത്തെ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് അത് മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യണം, അത് അടിപൊളി സ്ഥലമാട്ടോ ആലപ്പുഴയിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വരെ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് ഇവിടുന്ന് കിലോമീറ്ററുകൾ എന്ത് ചെയ്യുന്നത്, വണ്ടി എടുത്ത് എണ്ണ അടിച്ച് പോയിട്ട് 10 രൂപേന്റെ ചായ കുടിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അത്രയധികം വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഘടകം ഇന്ന് നമ്മളെ ഓഡിയൻസിനെ നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വൈ വീഡിയോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. വൈ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അങ്ങോട്ടും ഇപ്പോഴും. ശ്രദ്ധിക്കാം, അത് ഞാൻ പറഞ്ഞു, ഒരു ചായ കുടിക്കാൻ വരെ വണ്ടിയിൽ എണ്ണ അടിച്ച്
എത്രയോ കിലോമീറ്റർ സമയം കളഞ്ഞ് പോയിട്ട് അവിടെ ഒരു ചായ കുടിച്ച് അതിന്റെ കൂടെ അല്ല പരിപ്പുവട അല്ലെങ്കിൽ എന്തെങ്കിലും കടിയും കഴിച്ച് വരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണും. ചിലപ്പോൾ ഈ കാണുന്ന നിങ്ങൾ വരെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇതാണ് വീഡിയോന്റെ പവർ. നിങ്ങളോട് ഞാൻ ചോദിക്കത്തുള്ളൂ, ഈ ഒരു വീഡിയോ കണ്ടിട്ടല്ലേ ആ ആക്ഷൻ എടുത്തത്? ആ ഓണർ വന്ന് പറഞ്ഞോ നിങ്ങളവിടെ ചായ കുടിക്കാൻ വരണം, അല്ലെങ്കിൽ അവിടെ നാട്ടുകാർ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ആ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഡിസിഷൻ അവിടെ ആ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമുക്ക് ഓൺലൈനിൽ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് നിങ്ങൾ ഓരോ റീലുകളെയും ഓരോ വീഡിയോയും കാണണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ അങ്ങനെ കാണുന്നത്. പല ആളുകളും ചുമ്മാ ഒരു വീഡിയോ എന്നുള്ളത് മാത്രമേ കാണുള്ളൂ. അല്ല, നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്റ്റാഫുകൾ ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് റിവ്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള വീഡിയോ ഓൺലൈനിൽ എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും. അപ്പോൾ പല ആളുകളുടെ മൈൻഡ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ചില ആളുകൾക്ക് ടെസ്റ്റിമോണിയൽസ് കണ്ടാലായിരിക്കും അവർക്ക് ട്രസ്റ്റ് വരിക, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് മേടിക്കാം. ചില ആളുകൾക്ക് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാലാണ് ചില ഓഡിയൻസ് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ളത്. ചില ആളുകൾക്ക് എന്ത് ചെയ്യണം, എക്സ്പീരിമെന്റോ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇതിന്റെ പ്രോസസ്സ് ഇങ്ങനെ പല ടൈപ്പിൽ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താലായിരിക്കും എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ പല രീതിയിൽ നമ്മൾ വീഡിയോസിനെ എന്ത് ചെയ്യണം, ഓൺലൈനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഓരോ ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റാഫാണ്, നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാഫാണ് അത്. ഓക്കെ, ആ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, ഇത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിയിട്ട് അവരെ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ എന്ത് ചെയ്യുന്നു കാണിച്ച് അവരൊക്കെ ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യോ കോളായോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ചെയ്യും. അപ്പൊ നിങ്ങൾ അയച്ചു ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്ന ഒരു സ്റ്റാഫാണ് ടെസ്റ്റിമോണിയൽ വീഡിയോ. അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോ, ടിപ്സ് വീഡിയോ, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി വീഡിയോ, പ്രൊഡക്ഷൻ വീഡിയോ, പാർസൽ വീഡിയോ, അങ്ങനെ പല ടൈപ്പ് വീഡിയോസ് നിങ്ങൾ ചെയ്യുക. അതൊക്കെ ഓരോ സ്റ്റാഫുകളാണ്. അപ്പൊ നമ്മൾ പല രീതിയിലുള്ള സ്റ്റാഫുകളെ നിരന്തരം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സ്റ്റാഫുകൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, സാലറി ഒന്നും കൊടുക്കണ്ട, വേജും കൊടുക്കണ്ട, ഫുൾ ഫ്രീ ആണ്. ഈ സോഷ്യൽ മീഡിയ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിലാണ് ഈ ഒരു സ്റ്റാഫുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ആലോചിക്കത്തേ ഉള്ളൂ, കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നതും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ബാക്ക് എൻഡിൽ കളിക്കുന്ന ആരാണ്, ഈ വീഡിയോസും ആ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആകത്തേ ഉള്ളൂ, വീഡിയോ നല്ല വൃത്തിക്ക് ചെയ്യുക, അത് നേരെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഒരു ഓണർ എടുക്കേണ്ട റിസ്ക് ഉള്ളൂ. ബാക്കിയൊക്കെ പ്ലാറ്റ്ഫോം അതിന്റെ ടെക്നിക്കുകളും എഐയും അതുപോലെ തന്നെ അൽഗോരിതം ഇതൊക്കെ ചെയ്തോളൂ, അത്രയും വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓൺലൈനിൽ നിങ്ങൾ വീഡിയോ അല്ല ഉണ്ടാക്കേണ്ടത്, ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സ്റ്റാഫുകളെയാണ് ഉണ്ടാക്കേണ്ടത്. ആ സ്റ്റാഫുകൾക്ക് ഇരിക്കാനും എല്ലാവരിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ആ പ്ലാറ്റ്ഫോമിലെ ഫീച്ചേഴ്സ് ഉള്ളത്, ആ പ്ലാറ്റ്ഫോമിന്റെ ടെക്നോളജി ഉള്ളത്, ആ പ്ലാറ്റ്ഫോം ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാഫുകളെ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതേ പറയുള്ളൂ, വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട, സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓൺലൈൻ സ്റ്റാഫുകളെ ഫ്രീ ആണ്. ഓഫ്ലൈനിൽ നിങ്ങൾ 10 പേരെ വിളിക്കാൻ വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ വിളിക്കണമെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവർക്ക് വേണ്ടി പിന്നെ നിങ്ങൾ പണിയെടുക്കണം. അപ്പൊ ഓൺലൈനിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. അപ്പൊ പല ആളുകളും പ്രശ്നം എന്ന് വെച്ചാൽ ഓൺലൈനിൽ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര തിരക്കാണ്, ടൈമില്ല, ഒന്നുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു 10 സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരക്ക്. കാരണം എന്താ, ഇവരുടെ സാലറി കൊടുക്കാൻ ഓടണം, ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓടണം, ക്ലോസിംഗ് നടക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഓടണം. ഇവിടെ ഈ വീഡിയോസ് തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസർ ആകണം. ഈ വീഡിയോ ആണ് ഏറ്റവും നമ്പർ 1 ക്ലോസർ എന്ന് പറയുന്നത്, സെയിൽസ് ക്ലോസർ. കാരണം ഒരു സെയിൽസ് പേഴ്സൺ ഒരു ലീഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ കസ്റ്റമറെ 1, 2, 3 തവണ വിളിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്ത് അവരെ ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ലീഡിനെ എന്ത് ചെയ്യണം, അത്രയും പ്രോസസ്സുകൾ നടക്കും. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ സ്റ്റാഫുകൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ ഷോപ്പിലേക്ക് ആളെത്തിക്കും. കണ്ടിട്ടില്ലേ, നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസറെ വെച്ചിട്ട് ഒരു ഹോട്ടലിന്റെ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര തിരക്കാണ്. അപ്പൊ എന്താ, ആ ഇൻഫ്ലുവൻസർ മാത്രമല്ല, ആ വീഡിയോ ആണ് അവിടെ പണിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇൻഫ്ലുവൻസറുടെ ലീവറേജ് ആണ് എല്ലാ ആളുകളിലേക്കും ഈസി ആയിട്ട് എത്തിക്കുന്നുള്ളത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ പറയുന്നു, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.